തരൂരിൻ്റെ വിഷയവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ്. തരൂര് നിലപാട് മാറ്റിയിട്ടുണ്ട്. പഴയ പ്രസ്താവനകളൊന്നും ആവർത്തിച്ചിട്ടില്ല. സാർ നേരത്തെ സൂചിപ്പിച്ചു ഹൈക്കമാൻഡിനെ പേടിയുള്ളതുകൊണ്ടാണ് കേരളത്തിലെ നേതാക്കൾ മിണ്ടാത്തത്. അപ്പോൾ തരൂരിനെയും ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുമോ? ഈ തരൂരിനെ കൈകാര്യം ചെയ്തു എന്ന ആ ഒരു പ്രയോഗത്തോട് എനിക്ക് യോജിപ്പില്ല. വാസ്തവത്തിൽ തരൂര് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് ഈ വിവാദ വിഷയമായ ലേഖനവും പോഡ്കാസ്റ്റും ഒക്കെ ഉണ്ടാകുന്നത്, അതിനുശേഷമല്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു തരൂര് പോലും ചിന്തിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ ചിന്തിച്ചതിനപ്പുറത്തേക്ക് ആ വിവാദം അങ്ങ് വളർന്നു. അദ്ദേഹത്തിന് ഒരു ക്ഷീണം സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ ഈ സാധാരണ രാഷ്ട്രീയ നേതാക്കളെക്കാളൊക്കെ അതീതനാണെന്ന്. കെ സുധാകരനോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു നേതാക്കളോ KC വേണുഗോപാലോ ഒക്കെ പോലല്ല ഞാൻ വളരെ വ്യത്യസ്തനായ ഒരു ആളാണ്. എനിക്ക് എന്തിനെക്കുറിച്ചും എൻ്റേതായ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് ചിലപ്പോൾ പാർട്ടിക്ക് എതിരായിരിക്കും, ഭരിക്കുന്ന BJPക്കോ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന LDFനോ അനുകൂലമായിരിക്കും. അതൊക്കെ ഞാനൊരു അക്കാഡമീഷ്യൻ അല്ലെങ്കിൽ ഞാനൊരു ബുദ്ധിജീവി എന്ന നിലയിൽ എനിക്കതൊക്കെ പറയാനുള്ളൊരു അധികാരവും അവകാശമുണ്ട് എന്നുള്ളൊരു തോന്നൽ. അതാണ് അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വയം സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ശശി തരൂറിന് തെറ്റാണ് സംഭവിച്ചത്. എൻ്റെ ഒരു നിലപാടാണ്, ശശി തരൂർ ഒരു കോൺഗ്രസ് നേതാവായിട്ടല്ല, അദ്ദേഹം അൾട്ടിമേറ്റ്ലി കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് 4 വട്ടം തിരുവനന്തപുരത്തു നിന്ന് ജയിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കൂറ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടാണ് ഉണ്ടായിരിക്കേണ്ടത്. അതല്ല ഇവിടെ ഉണ്ടായത്. അത് അദ്ദേഹത്തിന് മനസ്സിലായി കാണണം. ഈ രണ്ട് നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചത് അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകണം. പിന്നെ പൊതുവെ ആ യോഗത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിലപാട് എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് വരികയാണ്, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നേ പറ്റുള്ളൂ, വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഉയരാൻ പാടില്ല, പിന്നെ മാധ്യമങ്ങളിലൊക്കെ ഒന്നുപോലെ ആദ്യം ഒരു താക്കീത് തരും അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തരും, എന്നിട്ടും പാർട്ടിയുടെ ലൈനിനൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ നടപടികൾ ഉണ്ടാവും എന്ന ഒരു സൂചന മൊത്തത്തിൽ അത് തരൂരിന് ഉദ്ദേശിച്ച് മാത്രമായിരിക്കില്ല, ഇവിടെ നടന്ന പല സംഭവവികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വാണിംഗ് ഉണ്ടായിട്ടുമുണ്ട്. അത് സ്വാഭാവികമായിട്ടും ശശി തരൂർ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം അദ്ദേഹത്തിൻ്റെ വളരെ മയപ്പെടുത്തിയുള്ള ഈ തിരുത്ത്. ഞാൻ മയപ്പെടുത്തിയെന്നേ പറയുന്നുള്ളൂ. ആ തിരുത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കേണ്ടത്. സാറിൻ്റെ ഒരു അനുമാനത്തിൽ തരൂർ ഒറ്റയാൻ തന്നെയാണോ അതോ മറ്റേതെങ്കിലും നേതാക്കൾ പുറകിലുണ്ടോ? കേരളത്തിൽ അദ്ദേഹത്തെ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ പിന്താങ്ങുന്ന ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു, പരാജയപ്പെട്ടെങ്കിലും 1072 വോട്ടുകൾ നേടി. അത് ചെറിയൊരു സംഖ്യയല്ല, നല്ലൊരു നമ്പറാണ്. അന്ന് അദ്ദേഹത്തിന് ഇവിടെ പിന്തുണ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം കേരളത്തിൽ അദ്ദേഹം കാലുറപ്പിക്കാനൊരു ശ്രമം നടത്തി. പാണക്കാട് പോയി അവരെ കാണുന്നു, NSSുമായിട്ട് ബന്ധപ്പെടുന്നു, മറ്റു സാമുദായിക സംഘടനകളുമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു. ആ ഒരു സമയത്തും അദ്ദേഹത്തിന് ഒരു വലിയ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ ഒരു വിവാദത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പിന്തുണ ലഭിച്ചതായിട്ട് കാണുന്നില്ല. പിന്നെ ദേശീയ തലത്തിൽ അദ്ദേഹത്തെ ആരെങ്കിലും മുമ്പിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുമെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഓക്കെ, തരൂരിനൊപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു പേര് ഉയർന്നു വരുന്നത് K. മുരളീധരനാണ്. K. മുരളീധരൻ നേതൃനിരയിലേക്ക് വരുന്നതിനെ എതിർക്കുന്നവരുണ്ടോ? മുരളീധരൻ്റെ ഉയർച്ചയെ പേടിക്കുന്നത് ആരാണ്? അത് മുരളീധരൻ മാത്രമല്ലെന്നേ. അപ്പം മുരളീധരൻ വരുന്നവരെ പേടിക്കുന്നവരുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ശശി തരൂർ സ്വയം സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല ഒരു സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം തരൂർ പറഞ്ഞൊന്നുമില്ല ഞാനതിന് യോഗ്യനാണെന്നോ അല്ലെങ്കിൽ സർവേകളിൽ എൻ്റെ പേരാണ് മുമ്പിൽ നിൽക്കുന്നതെന്നോ ചെറുപ്പക്കാർക്കൊക്കെ എന്നോടാണ് താല്പര്യമെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നീക്കങ്ങൾ, അദ്ദേഹം NSSുമായിട്ട് പൊരുത്തപ്പെടുന്നു, അതിനുശേഷം സമസ്തയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങളിൽ അദ്ദേഹം നമുക്കൊരു സൂചന തന്നു, അല്ലെ കോൺഗ്രസിനൊരു സൂചന കൊടുത്തു, ഐ ആം എ കാൻഡിഡേറ്റ്, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കാൻഡിഡേറ്റ് ആണ് എന്ന നിലയിലൊരു സൂചന കൊടുക്കുന്നു. കോൺഗ്രസിൻ്റെ ഒരു രീതി നമ്മൾ ഇതുവരെ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർലമെൻ്ററി പാർട്ടി ലീഡറെ, അതായത് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രതിപക്ഷ നേതാവ് തന്നെ ആ സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പിന്നെ ഇടയ്ക്ക് മുഖ്യമന്ത്രിമാർ മാറുമ്പോഴാണ് അതല്ലാതെയുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരൊക്കെ
വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് സതീശനാണ്. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു വിജയമാണെന്ന് എൻ്റെ ഒരു കണക്കൂട്ട്. പ്രത്യേകിച്ച് നിയമസഭയ്ക്കുള്ളിൽ, നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം 99 അംഗങ്ങൾ അപ്പുറത്ത്, 40-41 പേരെ ഉള്ളു ഇപ്പുറത്ത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അതിനെ വളരെ നന്നായിട്ട് ആ സാഹചര്യം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാ അംഗങ്ങൾക്കും എല്ലാ ഘടകകക്ഷികൾക്കും തുല്യ പ്രാധാന്യവും അർഹിക്കുന്ന പരിഗണനയും നൽകിക്കൊണ്ട് അദ്ദേഹം സഭയിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ കർത്തവ്യം കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ആണ് സ്വാഭാവികമായിട്ട് വരിക. അപ്പം ആണ് രമേശ് അദ്ദേഹവും രംഗത്തുണ്ട് എന്നുള്ളൊരു സൂചന നൽകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു സ്ഥാനത്തേക്ക് വരാനിരിക്കുമ്പോൾ മറ്റൊരാൾ വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അതിപ്പോൾ മുരളി നാളെ ഉണ്ടായാലും പ്രശ്നങ്ങളുണ്ടാവും. മുരളി കേരളത്തിൽ KPC പ്രസിഡന്റോ അല്ലെങ്കിൽ നാളെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള എല്ലാ യോഗ്യതയും ഉള്ള ഒരാളാണ്. അവന് KC വേണുഗോപാലുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ PC വിഷ്ണുനാഥിനെ പോലെയുള്ള ആളുകളുണ്ട്. ഇതൊക്കെ ആകെ ഒരു പദവിയേ ഉള്ളൂ. അത് കാക്ഷിക്കുന്നവർ ധാരാളം പേരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാൾ വരുന്നതിനെ തടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ മുരളി വരരുത് എന്ന ഒരു 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 ഏകലക്ഷ്യത്തോടു കൂടി ആരെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ മുരളിയെ പേടിയുള്ള പലരുണ്ട്. മുരളി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന പലരും പാർട്ടിയിൽ പല കാരണങ്ങളാൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഓക്കെ, ഏറ്റവും ഒടുവിലായിട്ട് അടുത്തിടെ വന്ന സർവേകളൊക്കെ UDFന് ഒരു കേരളത്തിൽ ഭരണത്തിലെത്താനുള്ള സാധ്യത കൽപ്പിക്കുന്നുണ്ട്. നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലാണ് കോൺഗ്രസിന്റെ പോക്കെങ്കിൽ അടുത്ത തവണ UDF അധികാരത്തിലെത്താനുള്ള ഒരു സാധ്യത സാറ് കാണുന്നുണ്ട്? അതൊരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്. വളരെ രസകരമായൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ CPMന്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവർ ഒരു ഭരണ തുടർച്ച ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ നവകേരളം സംബന്ധിച്ചുള്ള നയപ്രഖ്യാപനങ്ങൾ, നയരേഖകളൊക്കെ അതിൻ്റെ ചില സൂചനകൾ അവരങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും വിശ്വസിക്കുന്നുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. നമുക്ക് തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവ നോക്കിയാൽ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 100-105 സീറ്റുകളിൽ, അസംബ്ലി സീറ്റുകളിൽ UDFന് മേൽക്കൈയുണ്ട്, ഭൂരിപക്ഷമുണ്ട്. നിയമസഭയിൽ അതായിരിക്കില്ല പാറ്റേൺ. ആ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയല്ല, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ നമ്മൾ നേരത്തെ കാഴ്ച ബംഗ്ലാവിൽ ഒരു എപ്പിസോഡ് ചെയ്തതുപോലെ ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ, മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ആ സർവേയിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിട്ടോ നിഗമനമായിട്ടോ എനിക്ക് തോന്നിയത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേരളത്തിലുണ്ടായിരുന്ന അതേ രാഷ്ട്രീയ സാഹചര്യം, UDFനോടും LDFനോടുമുള്ള വോട്ടർമാരുടെ മനോഭാവം, അതിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ലെന്നാണ്. അത് UDFന് വളരെ അനുകൂലമായ ഒരു കാര്യമാണ്. പക്ഷേ LDFും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ ഒരു തുടർച്ച സംഭവിച്ചിട്ട് പോലും, അതുമാത്രമല്ല അവരെക്കുറിച്ച് ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിനുള്ള ധാരാളം ഘടകങ്ങളുണ്ട്. ശമ്പളവും പെൻഷനും പോലും മുടക്കിയ ഒരു സർക്കാരാണ്. അങ്ങനെ ധാരാളം ഉണ്ടായിട്ട് പോലും അതുതന്നെ പിണറായി വിജയൻ്റെ ഏകാധിപത്യം പാർട്ടിയിലും ഭരണത്തിലും തുടരുന്നത് ഉൾപ്പെടെ ധൂർത്ത്, അവരുടെ ധാർഷ്ട്യം, ഇതെല്ലാം ഉണ്ടായിട്ടും അവർ ഇതാഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും കൂടെയൊക്കെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്ന ഒരു ട്രെൻഡ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ UDFന് ഒരു നല്ല സാധ്യതയുണ്ട്. പക്ഷേ അത് അവർ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ വേണം. അപ്പം CPMനെ നിങ്ങൾ നോക്ക്. CPMന് ഞാനീ പറഞ്ഞ പിന്നെ നിഷേധാത്മക ഘടകങ്ങളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും അവർ ഒരു മൂന്നാം ഭരണം അല്ലെങ്കിൽ ഭരണ തുടർച്ച രണ്ടാമത് കിട്ടിയതുകൊണ്ടാണ്, അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വേറെയാണെങ്കിലും അതിൽ നിന്ന് അവർ മൂന്നാമത് ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് വരുന്നതിനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ സംഘടനയെ ശക്തിപ്പെടുത്താൻ, ഒന്നിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ അനുകൂലമായ യഥാർത്ഥത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പാർട്ടി അതിന് സജ്ജമാണോ, പാർട്ടിയെ സജ്ജമാക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം, അത് സാധാരണ ആളുകളുടെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഉന്നയിക്കുന്ന അവരുടെയും മനസ്സിലുള്ള വളരെ ശക്തമായ ഒരു വികാരമാണ്. പക്ഷെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു തവണ UDF, അടുത്ത തവണ LDF കഴിഞ്ഞാൽ UDF അതല്ല.
അതിനപ്പുറത്ത് ഈ ഗവൺമെന്റിനെതിരായിട്ടൊരു വലിയ വികാരമുണ്ട്. ഒരുപക്ഷം CPM-കാർ പോലും ഇനിയൊരു തുടർഭരണം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇനിയും ഒരു തുടർഭരണങ്ങൾ ഉണ്ടായാൽ എന്തായിരിക്കും ഈ പാർട്ടിയുടെ അവസ്ഥ? നമ്മൾ ഇന്നലെ CPM കൊല്ലം സമ്മേളനത്തിന്റെ അനാലിസിസിൽ പറഞ്ഞതുപോലെ ഒരു തവണ ഒരു ഭരണ തുടർച്ച കിട്ടിയപ്പോഴത്തേക്ക് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. അവരുടെ ധനാർത്തി, അതുപോലെ കള്ളപ്പണം കൈകാര്യം ചെയ്യൽ, അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വായ്പ എടുത്തിട്ട് അടയ്ക്കാതിരിക്കുക, അങ്ങനെ അധികാരവും അതുവഴി ഭീഷണിയൊക്കെ ഉപയോഗിച്ച് അവർ അധികാരത്തിൻ്റെ സൽഫലങ്ങൾ അല്ലെങ്കിൽ അത് പണമായിട്ട് സ്വീകരിക്കുന്ന ഒരു ദുഷ്പ്രവണത ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് CPM-നെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ഉപകരണമാക്കി മാറ്റുക. അതാണ് ഈ നവകേരളം സംബന്ധിച്ചുള്ള കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലെയും ഈ സമ്മേളനത്തിലെയും രേഖകളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. സ്വകാര്യ മേഖലയെ വഴിവിട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയത്തിലേക്ക് പാർട്ടി നയങ്ങളൊക്കെ അപ്പാടെ മാറുന്ന ഒരു സ്ഥിതി. അത് ഞാൻ പറഞ്ഞത്, വലിയ സാധ്യതകൾ ഇല്ലാതിരുന്നിട്ട് പോലും അവർ ഒരു മൂന്നാം ഭരണത്തിൽ അല്ലെങ്കിൽ വീണ്ടും ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി അവർ സജ്ജമായിക്കൊണ്ടിരിക്കുക. അത്തരത്തിലുള്ള ഒരു സ്വയം സജ്ജമാകൽ UDF-ന്റെ ഭാഗത്ത്, കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. അതാണ് വസ്തുത. ഓക്കെ, എന്തായാലും ഇനി വരാനുള്ള തെരഞ്ഞെടുപ്പിൽ UDF ഇപ്പോഴത്തെ അനുകൂല സാധ്യതകളെ എത്രത്തോളം പ്രയോജനപ്പെടുത്തുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.